കായംകുളത്ത് ജനിക്കുകയും പരദേശികളായി നിന്ന് ജീവിതം കെട്ടിപ്പടുക്കുകയും ചെയ്ത ഒട്ടനവധി പ്രതിഭകൾ നമ്മുടെ ഇടയിലുണ്ട്. കഠിനമായ ജീവിത സാഹചര്യങ്ങളാണ് സ്വന്തം വേരുകൾ മുറിച്ച് അവരെ പരദേശികളാക്കാൻ നിർബന്ധിതമാക്കിയത്. തീക്ഷ്ണമായ ജീവിത സാഹചര്യങ്ങളെയും കടുത്ത പ്രതിസന്ധികളെയും അതിജീവിച്ചാണ് ഇത്തരം പ്രതിഭകൾ ജീവിത വിജയം കരസ്ഥമാക്കിയിട്ടുള്ളത്. കണ്ണീരിലും വിയർപ്പിലും ചാലിച്ചെഴുതിയ അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സ്വന്തം ജന്മനാട്ടിൽ നിന്ന് മറുനാടുകളിലേക്ക് കുടിയേറി ജീവിത വിജയം കരുപ്പിടിപ്പിച്ച പ്രഗത്ഭമതികളെ പരിചയപ്പെടുത്തുന്ന പരിപാടിയാണിത്. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തുന്നത് എറണാകുളം ന്യൂടെക് ഇന്റർനാഷണൽ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായ ഐ സിദ്ദിഖ് ബാബുവാണ്. ത്രസിക്കുന്ന തന്റെ യൗവന കാലഘട്ടത്തിൽ കായംകുളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന ഉത്സാഹിയായ ചെറുപ്പക്കാരനായിരുന്നു ഐ സിദ്ദിഖ് ബാബു. വളരെ ദാരിദ്ര്യ ചുറ്റുപാടിൽ നിന്നും മാതൃകാപരമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ജനതാദൾ പാർട്ടിയുടെ സംസ്ഥാന നേതൃപദവിയിൽ വരെ അദ്ദേഹം എത്തുകയുണ്ടായി. 40ാമത്തെ വയസ്സിൽ അദ്ദേഹം തന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച് ബിസിനസ് ലോകത്തേക്ക് തിരിഞ്ഞു. തന്റെ സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ സ്വായത്തമാക്കിയ ബന്ധങ്ങളും അനുഭവങ്ങളും ഉപയോഗപ്പെടുത്തി പുതിയ ഒരു ജീവിതത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചു. പുതിയ വെല്ലുവിളികൾ ഏറ്റെടുത്ത് അദ്ദേഹം തന്റെ ജീവിതം വേരോടെ പറിച്ച് കായംകുളത്തു നിന്നും എറണാകുളത്തിന്റെ മണ്ണിൽ നട്ടു. അന്ന് അദ്ദേഹത്തിന് ആത്മവിശ്വാസം മാത്രമാണ് മൂലധനമായി ഉണ്ടായിരുന്നത്. വല്ലഭന് പുല്ലും ആയുധം എന്ന് പറഞ്ഞതുപോലെ സ്വന്തം ആത്മവിശ്വാസത്തിന്റെ കരുത്തിലാണ് ന്യൂടെക് ഇന്റർനാഷണൽ എന്ന കേരളത്തിലെ തലയെടുപ്പുള്ള കൺസ്ട്രക്ഷൻ കമ്പനിക്ക് അദ്ദേഹം രൂപം നൽകുന്നത്. ഒന്നും ഇല്ലായ്മയിൽ നിന്നും മഹാപ്രസ്ഥാനത്തിന്റെ സാരഥി എന്ന നിലയിലേക്കുള്ള അദ്ദേഹത്തിന്റെ വളർച്ച വെല്ലുവിളികളെ അതിജീവിച്ച് ജീവിതം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന ഉത്സാഹഭരിതരായ ചെറുപ്പക്കാർക്ക് മാതൃക തന്നെയാണ്. ആ കഥ അദ്ദേഹം തന്നെ പറയട്ടെ, നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ഇന്നലകൾ മറക്കാൻ സി.ഡി നെറ്റിന്റെ പുതിയ പ്രതിവാര പങ്ക്തിയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇപ്പം ലുലു മാളിനെ കുറിച്ച് പറയുകയുണ്ടായി. ലുലു മാളാണോ സൗത്ത് ഇന്ത്യയിൽ ആദ്യമായി നിങ്ങൾ ചെയ്ത വലിയ പ്രോജക്റ്റ്? യെസ്. അപ്പോൾ അത്രയും വലിയൊരു പ്രോജക്റ്റ് നിങ്ങളെ ഏൽപ്പിക്കാൻ ലോകത്തിലെ തന്നെ വലിയ റീറ്റെയിൽ മാർക്കറ്റ് ബിസിനസ് സംരംഭത്തിൻ്റെ ചെയിൻ മാർക്കറ്റുകളുടെ ഉടമയാണ് യൂസുഫ് അലി എന്നത്. അപ്പോൾ യൂസുഫ് അലിയെ പോലുള്ള ഒരാളെ ആകർഷിക്കുകയും ഈ ലുലു മാളിൻ്റെ പോലെയുള്ള അത്രയും വലിയ വാണിജ്യ കേന്ദ്രത്തിൻ്റെ ഈ ഗ്ലാസ് മേലാപ്പുകൾ ഉണ്ടാക്കാനുള്ള കൊട്ടേഷൻ നിങ്ങൾക്ക് നൽകുകയും ചെയ്യാനുണ്ടായ വഴിയൊന്ന് സ്വീകരിക്കാം. ഈ പ്രോജക്റ്റ് എങ്ങനെ കിട്ടിയെന്നുള്ളത് ഞാൻ വിശദീകരിക്കാം. അതിനു മുമ്പ് ആ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ചില അനുഭവങ്ങൾ ഞാനിവിടെ വിവരിക്കാം. ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ബിസിനസ് സാമ്രാജ്യം, ഒരുപക്ഷെ ആകാശം മുട്ട വളർന്നു നിൽക്കുന്ന ഈ സംരംഭത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അഭിമാനത്തോടെ നോക്കിക്കാണുന്നത്. കാരണം ഇന്ത്യയിലെ ലുലു ഗ്രൂപ്പിൻ്റെ ആദ്യത്തെ സംരംഭമായ കൊച്ചിയിലെ ലുലു മാൾ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അറ്റ്കിൻസാണ്. UK ഏറ്റവും വലിയ ആർക്കിടെക്ചറൽ കമ്പനിയാണ് അതിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ചില്ല് മേലാപ്പുകൾ ഒരുപക്ഷെ അപ്പുപ്പൻ കഥകളിലെ ചില്ല് കൊട്ടാരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അതിൻ്റെ ചില്ല് മേലാപ്പുകൾ വളരെ അത്ഭുതകരമായ ഒരു കാഴ്ചയാണ്. അത് ചെയ്യുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ന്യൂടെക് ഇന്റർനാഷണൽ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ട ഒരു കാര്യം. ഞാൻ ആ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് റിസ്ക് എടുക്കേണ്ടി വന്നു എനിക്ക് ആ പ്രോജക്റ്റ് ചെയ്യുവാൻ. അതിന് വിദഗ്ധരായ തൊഴിലാളികളെ എനിക്ക് കൊണ്ടുവരേണ്ടി വന്നു, ദുബൈയിൽ നിന്നും മറ്റു പലയിടത്തു നിന്നുമായിട്ട്. അങ്ങനെ ആ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തു. രാവും പകലുമില്ലാതെ ഞങ്ങൾ ആ ഗ്ലാസ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തു. കുറേ ഗ്ലാസുകൾ ഞങ്ങൾ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ബഹുമാന്യനായ യൂസഫ് അലി സാഹിബ് ആ പ്രോജക്റ്റ് വിസിറ്റ് ചെയ്യുവാൻ വേണ്ടി അവിടെ എത്തുന്നത്. ഒരുപക്ഷെ ഞാൻ ആദ്യമായി അദ്ദേഹത്തെ നേരിൽ കാണുകയും കൂടുതൽ സംസാരിക്കുവാൻ അവസരം ലഭിച്ചതും ആദ്യമായിട്ട് അന്നായിരുന്നു. ആ പ്രൊജക്റ്റിൻ്റെ പല ഭാഗങ്ങളും അദ്ദേഹം നോക്കി നടന്ന് കണ്ടു. അവസാനമാണ് ഗ്ലാസ് വർക്കുകൾ കാണുവാനായി അദ്ദേഹം മുകളിലേക്ക് വന്നത്. അപ്പോൾ പലരും പറഞ്ഞത് സിദ്ദിഖ് ബാബുവാണ് ഈ ഗ്ലാസ് വർക്ക് ചെയ്യുന്നത്, ഈ റൂഫിൻ്റെ ഗ്ലാസ് വർക്ക് ചെയ്യുന്ന അദ്ദേഹമാണ് എന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തി.
അദ്ദേഹം എൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഇതൊരു വലിയ പ്രോജക്റ്റാണ്, നിങ്ങൾക്ക് ഒരുപാട് പോപ്പുലാരിറ്റി കിട്ടും, നല്ല രീതിയിൽ ഈ വർക്ക് ചെയ്യണം. മാത്രമല്ല 6 മാസക്കാലം കേരളത്തിൽ മഴയാണ്, ഒരു തുള്ളി വെള്ളം പോലും അകത്ത് വീഴാൻ പാടില്ല, അതെല്ലാം ശ്രദ്ധിക്കണം. ഈ പ്രോജക്റ്റ് സക്സസ്സായി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസ് ആകുവാൻ ഇത് മതിയാകും എന്നുള്ള രീതിയിലുള്ള ഒരു ആശീർവാദമായിരുന്നു അദ്ദേഹം എനിക്ക് നൽകിയത്. മാത്രമല്ല എന്നെ അത്ഭുതപ്പെടുത്തിയത്, അദ്ദേഹവുമായി ആ പ്രോജക്റ്റിൻ്റെ പല ഭാഗങ്ങളിലും ഞാൻ അദ്ദേഹത്തോടൊപ്പം നടക്കുമ്പോൾ ഒരു സാധാരണ വർക്കേഴ്സിനെ പോലും പേര് വിളിക്കുകയും നിങ്ങളുടെ വർക്കുകൾ എങ്ങനെയുണ്ടെന്ന് അന്വേഷിക്കുകയും അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുകയും അവരോടെല്ലാം നിങ്ങളുടെ പൈസ കിട്ടുന്നുണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു വലിയ മനുഷ്യൻ, ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിപൻ, അത്രയും സ്നേഹത്തോടെ കാരുണ്യത്തോടെ ഈ വർക്കേഴ്സിനോട് പെരുമാറുന്നത് എന്നെ അത്ഭുതപ്പെടുത്തി. എൻ്റെ ജീവിതയാത്രയിൽ ഞാൻ പല ബിസിനസ് പ്രമുഖന്മാരുമായും പല ആൾക്കാരുമായും പരിചയപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അവരെല്ലാം തങ്ങളുടെ സാമ്രാജ്യങ്ങൾ വളരുമ്പോൾ തങ്ങളിലേക്ക് ഒതുങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ യൂസഫ് അലി സാഹിബ് അദ്ദേഹത്തിൻ്റെ സ്നേഹസ്പർശം കൊണ്ട് വിഷമമനുഭവിക്കുന്നവരെയും അവരുടെ കണ്ണീരൊപ്പുവാൻ അദ്ദേഹത്തിൻ്റെ ഈ വളർച്ച ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഞാൻ കണ്ട ഈ വ്യവസായ പ്രമുഖൻ മനുഷ്യത്വത്തിൻ്റെ മുഖമുള്ള, സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സ്വാന്തനത്തിൻ്റെയും മുഖമുള്ള വളരെ പ്രഗത്ഭനായ ഒരു ബിസിനസ്സുകാരൻ, അതിലെല്ലാം ഉപരി ഒരു മനുഷ്യ സ്നേഹി. അറിഞ്ഞും എല്ലാവരും അറിയുകയും അറിയാതെയും കേരളത്തിലെമ്പാടും ഇന്ത്യയിലെമ്പാടുമുള്ള അശരണരുടെ കണ്ണീരൊപ്പുവാൻ, അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരങ്ങൾ കൊണ്ട് തലോടുവാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട്. അത് വളരെ കാര്യമായത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കേരളത്തിലെല്ലാവർക്കും അറിയാം. മാത്രമല്ല മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം കൂടിയാണ് ശ്രീ യൂസഫ് അലി, കേരളത്തിലെ മലയാളികളുടെ അഭിമാനം. ഇന്ന് ലോകം മുഴുവൻ പടർന്നു കിടക്കുന്ന ഈ ബിസിനസ് സാമ്രാജ്യം, ഒരുപക്ഷെ ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന ഈ ബിസിനസ് സാമ്രാജ്യം ഇനിയും കൂടുതൽ ഉയരങ്ങളിലെത്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ഞാൻ ആദ്യമായി ആശംസിക്കുകയാണ്. ഈ പ്രോജക്റ്റ് എങ്ങനെ കിട്ടി എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യം. ഒരുപക്ഷെ ഈ പ്രോജക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇത്രയും എടുത്തു പറയാവുന്ന പ്രോജക്റ്റുകളായിരുന്നില്ല. പക്ഷേ ലുലു പ്രോജക്റ്റ് എനിക്കൊരു ബ്രേക്ക് ഈവൻ ആകുമെന്ന് എനിക്കറിയാമായിരുന്നു. ഒരുപക്ഷെ എനിക്കൊരു ടേണിംഗ് പോയിൻ്റ് ആകുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് എന്ത് വിധേനയും ഈ പ്രോജക്റ്റ് ചെയ്യണമെന്നുള്ളൊരു വാശി ആ പ്രോജക്റ്റ് തുടങ്ങിയ കാലഘട്ടം മുതൽ ഞാൻ അതിൻ്റെ പുറകിൽ തന്നെ കൂടി. അങ്ങനെ ലുലുവിലുണ്ടായിരുന്ന മിസ്റ്റർ മേജർ മോഹനെ ഞാൻ സമീപിച്ചു. അദ്ദേഹം പറഞ്ഞു, ഷപൂർജി പല്ലോഞ്ചി എന്ന് പറയുന്ന ടാറ്റയുടെ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിനാണ് ഇത് മുഴുവൻ കൊടുത്തിരിക്കുന്നത്, നീ അവിടെ കോൺടാക്റ്റ് ചെയ്യണം. ആരെ കോൺടാക്റ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് ഡോർമയുടെ നാഷണൽ പ്രൊഡക്റ്റ് മാനേജറായിരുന്ന ശ്രീ AK സിംഗ് അവരുമായി എന്നെ കണക്ട് ചെയ്തു. ഞാൻ അവരോട് സംസാരിച്ച് ഈ പ്രോജക്റ്റ് എനിക്ക് വേണം, നല്ല രീതിയിൽ എനിക്കിത് ചെയ്യുവാൻ കഴിയും. അവർ 1-2 പേരെ അയച്ചു. ഞാൻ ചെയ്ത പ്രോജക്റ്റുകളൊക്കെ കണ്ടു. പക്ഷേ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ചെയ്യാത്തവർക്ക് എങ്ങനെ തരുമെന്നുള്ളൊരു സംശയം നിൽക്കുമ്പോഴായിരുന്നു ഒരിക്കൽ അവിടെ സൈറ്റ് മീറ്റിങ്ങിന് യൂസഫ് അലി സാഹിബിൻ്റെ ബ്രദർ അഷ്റഫ് അലിക്ക് അവിടെ വന്നു. അദ്ദേഹവും എന്തെന്നില്ലാത്തൊരു സ്നേഹം എന്നിൽ പ്രകടിപ്പിക്കുന്ന ആളാണ്. ഞാൻ അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു, എനിക്ക് ഈ പ്രോജക്റ്റ് ചെയ്യണം. അവർ തരാൻ തയ്യാറാണെന്ന് സംശയമാണ്. അങ്ങനെ അവർ ശ്രീ സതീഷ് കാർക്കാനിസ് എന്ന് പറയുന്ന അവരുടെ ഒരു വൈസ് പ്രസിഡൻറ്റ് ഷാപൂർജി പല്ലോഞ്ചിയുടെ അദ്ദേഹത്തോട് പറഞ്ഞു, ഇവർ ഈ പ്രോജക്റ്റ് ചെയ്യും, നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രോജക്റ്റ് എനിക്ക് കിട്ടുന്നത്. അങ്ങനെ ഞാൻ ആ പ്രോജക്റ്റ് വളരെ സക്സസ്ഫുള്ളായിട്ടാണ് ചെയ്തത്. എനിക്ക് ലാഭമില്ലായിരുന്നു. സാമ്പത്തിക ലാഭത്തേക്കാൾ ഉപരി എനിക്ക് കിട്ടിയ ലാഭം ചെറുതായിരുന്നില്ല, അതിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു. ഇന്ന് ഞാൻ അറിയപ്പെടുന്നത് ലുലു പ്രോജക്റ്റിൻ്റെ ഗ്ലാസ് വർക്ക് ചെയ്ത ഒരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ടാണ്. അതുകൊണ്ട് തന്നെ നിരവധി പ്രോജക്റ്റുകൾ എന്നെ തേടിയെത്തി. മാത്രമല്ല മറ്റൊരു സംഭവം നടന്നു. ശ്രീ MB വീരേന്ദ്രകുമാറുമായി രാഷ്ട്രീയത്തിൽ വർഷങ്ങളായിട്ടുള്ള ബന്ധം എനിക്കുണ്ടായിരുന്നു. ലുലു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം മാതൃഭൂമി വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി. അന്ന് മാതൃഭൂമിയുടെ അവിടുത്തെ ബ്യൂറോ ചീഫായിരുന്ന G ഷഹീദ് സാർ, സിദ്ദിഖ് ബാബു ആണ് നമ്മുടെ ലുലു മാളിൻ്റെ ഗ്ലാസ് വർക്ക് ചെയ്യുന്നത്, അതൊരു വലിയ സംഭവമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ ഒന്ന് വിസിറ്റ് ചെയ്യണം അവിടെ.
അതെൻ്റെ ഒരു ആഗ്രഹമാണ്. അങ്ങനെ ആ വർക്ക് പകുതിയാകുന്ന സമയത്ത് അവിടെ നടന്നു പോകാനൊന്നും കഴിയുന്നില്ല, എങ്കിലും എൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ വരികയുണ്ടായി. ആ പ്രോജക്റ്റ് കാണുകയും മാതൃഭൂമിയിൽ ഇതിനെക്കുറിച്ചൊരു ലേഖനം കൊടുക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹം ഷഹീദിനോട് നിർദ്ദേശിച്ചു. ശ്രീ വീരേന്ദ്രകുമാറിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. 40 വർഷത്തെ ബന്ധമുണ്ട് ഞാനുമായിട്ട്. ശ്രീ വീരേന്ദ്രകുമാറുമായി ഒന്ന് പരിചയപ്പെടുക എന്നുള്ളത് പോലും ഒരു മഹാഭാഗ്യമാണ്. കാരണം അദ്ദേഹവുമായി അരമണിക്കൂർ സംസാരിച്ചാൽ 2 പുസ്തകം വായിക്കുന്ന അറിവ് നമുക്ക് ലഭിക്കും. അത്രയേറെ വിജ്ഞാനത്തിൻ്റെ കലവറയാണ് അദ്ദേഹം. സഞ്ചാര സാഹിത്യത്തിൻ്റെയും ലോകം മുഴുവനും സഞ്ചരിച്ച് ആ വിവരങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിലും അദ്ദേഹം കാണിക്കുന്ന ആ ഏറ്റവും വലിയ അഭിവാഞ്ച, അത് കേരളത്തിലെ മറ്റ് രാഷ്ട്രീയക്കാരിൽ നിന്നും അദ്ദേഹത്തെ വേർതിരിച്ചു നിർത്തുന്നു എന്നുള്ളതാണ്. എന്നോട് അദ്ദേഹത്തിന് അമിതമായ വാത്സല്യമാണ്, ഒരു പിതൃസദൃശമായ സ്നേഹമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീ MB ശ്രേയംസ് കുമാർ, ഇന്ന് മാതൃഭൂമിയുടെ ജോയിൻറ്റ് മാനേജിംഗ് ഡയറക്ടർ, അദ്ദേഹം എന്നെ വിളിച്ചിട്ട് നീ ചെറിയ ലുലു പ്രോജക്റ്റുകൾക്ക് ചെയ്യുന്നവർ ചെറിയ പ്രോജക്റ്റുകൾ ചെയ്യുമോ എന്ന് തമാശയിൽ ചോദിക്കുകയുണ്ടായി. അങ്ങനെ മാതൃഭൂമി കണ്ണൂർ പ്രോജക്റ്റ് എന്നെ ഏൽപ്പിച്ചു. ഞാൻ വളരെ ഭംഗിയായിട്ടത് ചെയ്തു, വളരെ ക്വാളിറ്റിയിൽ അത് പൂർത്തിയാക്കി. അതിനുശേഷം മാതൃഭൂമിയുടെ രാമനാട്ടുകരയുള്ള അവരുടെ ഹെഡ് ഓഫീസ് ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം എനിക്ക് ഒരുപക്ഷെ ലുലു പ്രോജക്റ്റ് ചെയ്ത് കേരളം എന്നെ ശ്രദ്ധിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതൊന്നും കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമില്ലായിരുന്നു. മാത്രമല്ല, മറ്റൊരു സംഭവം, ഇന്ന് എൻ്റെ പ്രോജക്റ്റ് ആഫ്രിക്കയിൽ ഒരു പ്രോജക്റ്റ് എനിക്ക് ലഭിച്ചു. അതിന് കാരണം എൻ്റെ സുഹൃത്ത് മിസ്റ്റർ മോഹൻ, ഞങ്ങളൊക്കെ മോഹനേട്ട എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന N മോഹനകൃഷ്ണൻ എന്ന് പറഞ്ഞ കോഴിക്കോട്ടുകാരനൊരാളാണ്. അദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടുത്തിയത് കോഴിക്കോട്ടെ ബിസിനസ് പ്രമുഖനായ KP മുഹമ്മദ് അലി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രോജക്റ്റ് വരുന്നുണ്ട് വയനാട്ടിൽ, താജ് റിസോർട്ട്. ആ പ്രോജക്റ്റ് ഞാനാണ് ചെയ്യുന്നത്. സാന്ദർഭികമായിട്ട് അദ്ദേഹം പറഞ്ഞു, ആഫ്രിക്കയിൽ ഒരു പ്രോജക്റ്റുണ്ട്, നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഈ മോഹനേട്ടനെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ 40 വർഷക്കാലമായി ആഫ്രിക്കയിലെമ്പാടും, സൗത്ത് ആഫ്രിക്കയിലും മലാവി എന്ന് പറഞ്ഞ കൺട്രിയിലും കെനിയയിലുൾപ്പെടെ നിരവധി രാജ്യങ്ങളിലായി ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ രംഗത്ത് നമ്പർ 1 കമ്പനിയാണ് അദ്ദേഹത്തിൻ്റെ. 5000-ഓളം എംപ്ലോയീസ് ഉണ്ട് അദ്ദേഹത്തിന്. അവിടുത്തെ ഏറ്റവും പ്രമുഖമായ പല യൂറോപ്യൻ കമ്പനികളെപ്പോഴൊപ്പം തന്നെ കിടപിടിച്ച് നിൽക്കുന്ന ഒരു ഇന്ത്യൻ കമ്പനി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം എടുത്ത UN ഒരു പ്രോജക്റ്റ്, ആ പ്രോജക്റ്റിൻ്റെ ഗ്ലാസ് വർക്കുകളും അതിൻ്റെ ക്ലാഡിംഗ് വർക്കുകളും എന്നെ ഏൽപ്പിച്ചു. ഞങ്ങളത് വളരെ സക്സസ്ഫുള്ളായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജനുവരിയിൽ അത് പൂർത്തിയാക്കുവാൻ എനിക്കത് ഹാൻഡ് ഓവർ ചെയ്യാൻ കഴിയും, ഈ മാസം എന്നോടുകൂടി. പക്ഷേ അതോടൊപ്പം തന്നെ സന്തോഷകരമായൊരു വാർത്തയെന്ന് പറയുന്നത്, ആ പ്രോജക്റ്റിൻ്റെ വർക്ക് കണ്ടിട്ട് പല പ്രോജക്റ്റുകളും എനിക്കവിടെ ലഭിക്കുവാൻ ഉള്ള അവസരമുണ്ടായി. അതെല്ലാം അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലായിരുന്നു. ഉഗാണ്ടയിൽ ഒരു ഹോസ്പിറ്റലിൻ്റെ വർക്ക് വന്നിട്ടുണ്ട്. ഇതെല്ലാം അങ്ങനെ ആഫ്രിക്കയിൽ ഒരു പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കുവാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ ഒരു നേട്ടമായി ഞാൻ കാണുന്നത്. ചുരുക്കത്തിൽ ഇതിനെല്ലാം കാരണം ലുലു എന്ന ഈ പ്രോജക്റ്റിൽ എനിക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ആ അവസരം ലഭിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിവിടെ എത്തി നിൽക്കുന്നത്. ശ്രീ I. സിദ്ദിഖ് ബാബു അദ്ദേഹത്തിൻ്റെ ജീവിത വഴിയിൽ പിന്നിട്ട ഒട്ടേറെ അനുഭവങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മളോട് പങ്കുവച്ചത്. ബിസിനസ് സംരംഭങ്ങൾ എളുപ്പമല്ല എങ്കിൽ പോലും ആത്മവിശ്വാസവും കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറും ഉണ്ടെങ്കിൽ ആർക്കും വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്നാണ് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ചെറിയ അഭിമുഖമാണെങ്കിൽ കൂടി വലിയ ഒരു ലോകം നമുക്ക് മുമ്പിൽ തുറന്നു വെച്ചു എന്നാണ് ഈ ചെറിയ അഭിമുഖത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തീർച്ചയായും അദ്ദേഹം ഒട്ടേറെ ചാരിറ്റി സംരംഭങ്ങളുടെ കൂടി മേൽനോട്ടം വഹിക്കുന്ന വ്യക്തിത്വമാണ്. ന്യൂടെക് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ വലിയ വ്യവസായ സംരംഭം നടത്തുന്നതോടൊപ്പം കായംകുളത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ കൂടി നമുക്ക് ഒന്ന് ചോദിക്കാം. കായംകുളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ തട്ടകമായിരുന്ന കാലത്തെ അവസ്ഥ തന്നെയാണോ ഇപ്പോഴും തുടരുന്നത്? ഭിന്നമായി കായംകുളത്തെ മാറ്റാനുള്ള അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ കൂടി നമുക്ക് പങ്കുവയ്ക്കാം. അദ്ദേഹത്തിന് എന്ത് സംഭാവനകൾ അർപ്പിക്കാൻ കഴിയും എന്നതുകൂടി നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. സിദ്ദിഖ് ബാബു,